ഗവർണറെ സർവകലാശാല ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല. സർവകലാശാല ക്യാമ്പസിൽ സംഗീസം അനുവദിക്കില്ല. എല്ലാ തവണയും എന്ന പോലെ തന്നെ ഇത്തവണയും SFI അവതരിപ്പിക്കുന്ന പരിപാടി തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞു പാളീസായിട്ടുണ്ട്. ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്തിക്കില്ലെന്ന SFIയുടെ പ്രതിഷേധത്തിനിടെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെത്തും. അവിടെ കാലുകുത്തുക മാത്രമല്ല, 2 ദിവസം താമസിച്ചിട്ട് കൂടിയേ അദ്ദേഹം തിരികെ രാജ്ഭവനിലേക്ക് പോകും. ഗവർണർ ഉടനെയൊന്നും ക്യാമ്പസിൽ എത്തില്ലെന്ന് വിചാരിച്ച് ഇത്തരമൊരു തിട്ടൂരമിറക്കി SFI പോലും സ്വപ്നേബി ചിന്തിച്ചു കാണില്ല ഇത്ര വേഗം ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന്. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സർക്കാർ ക്യാമ്പസിൽ കയറ്റാൻ അനുവദിക്കില്ലെന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ് അതിനേക്കാളേറെ കോമഡി: സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. ഇനി രക്തത്തിളപ്പുള്ള ഏതെങ്കിലും മണ്ടന്മാർ ഇനി ഗവർണറെ തടയാൻ പോയി എന്നിരിക്കട്ടെ, പാണ്ടിലോറി കയറിയ തവളയുടെ അവസ്ഥ എന്നൊക്കെ കേട്ടില്ലേ, അതിൽ കൂടുതലൊന്നും കിട്ടാനിടയില്ല. മണ്ണിലിറങ്ങാത്ത നേതാക്കളുടെ വാക്കും കേട്ട് ചാടി പുറപ്പെടുന്ന സഖാക്കളെ കാത്തിരിക്കുന്നത് വെറും ഒരു പെറ്റി കേസ് ഒന്നുമായിരിക്കില്ല. മിനിമം 3 വർഷം മുതൽ പരമാവധി ജീവപര്യന്തം വരെയാണ് ഈ എടുത്തുചാട്ടത്തിന് കിട്ടാൻ പോകുന്നത്. ജാമ്യം പോലും കിട്ടില്ല. പോരാത്തതിന് പാർട്ടി കോട്ടയിലോ പിൻവാതിൽ വഴിയോ എന്തെങ്കിലും ജോലി സമ്പാദിക്കണമെന്ന് തോന്നിയാൽ പോലും നടപ്പുള്ള കേസല്ല. നിങ്ങൾ രക്ഷിക്കാനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സർക്കാർ വിചാരിച്ചാൽ പോലും കേസ് പിൻവലിക്കാൻ പറ്റില്ല. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണ ചുമതലയുള്ള ഗവർണർ. വധശ്രമം അടക്കം 35-ലധികം കേസുള്ള വിദ്യാർത്ഥി നേതാവ് പറയുന്നത് കേട്ട് ചാടി പുറപ്പെട്ടാൽ അവസാനം അധോഗതിയാകും എന്നുറപ്പാണ്. അല്ലെങ്കിലും പിണറായി സർക്കാരിനെതിരെയുള്ള പൊതുവികാരത്തിന്റെ ഗതി തിരിച്ചുവിടാൻ കാട്ടിക്കൂട്ടുന്ന വാചക കസർത്തുകൾ എന്നതിനപ്പുറം എന്ത് പ്രാധാന്യമാണ് SFIയുടെ പ്രതിഷേധത്തിനുള്ളത്? SFI നേതാവിനെ എഴുതാത്ത പരീക്ഷ ജയിപ്പിച്ചയാളല്ല ഗവർണർ. ക്രിമിനലുകളായ SFI നേതാക്കളെ PSC റാങ്ക് ലിസ്റ്റിൽ തിരികെ കയറ്റിയയാളല്ല ഗവർണർ. SFI വനിതാ നേതാവിന് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തയാളുമല്ല അദ്ദേഹം. മറിച്ച് സർവകലാശാലകളിൽ പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെല്ലാം കാഴ്ചക്കാരാക്കി ക്യാമ്പസിലുടനീളം അക്രമവും തേർവാഴ്ചയും നടത്തുന്ന SFIയെ എതിർത്ത് അപ്പോൾ മുതൽ കുട്ടിസഖാക്കളുടെ കണ്ണിലെ കരടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പല വിധത്തിലുള്ള അധിക്ഷേപങ്ങൾ, വ്യക്തിപരമായും ശാരീരികവുമായുള്ള ന്യൂനതകൾ വരെ ആയുധമാക്കി ഗവർണറെ പരിഹസിക്കുക. എന്തായാലും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യം മുദ്രാവാക്യത്തിൽ മാത്രം ഒതുക്കുന്ന ഇടതുപക്ഷത്തിന് ജനാധിപത്യപരമായ പ്രതിഷേധ മാർഗങ്ങൾ കണ്ടാൽ ഹാലിളകും. തെമ്മാടികളായ അക്രമി സംഘത്തിന്റെ സംരക്ഷണയിൽ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണുന്നത് വെറുപ്പാണ്. കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ചും DYFI പ്രവർത്തകരെ കൊണ്ടും ആക്രമിപ്പിച്ച് അത് കണ്ട് രസിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി അതപ്പതിക്കുന്നത് കണ്ടു നിൽക്കാനേ തരമുള്ളൂ. ഫാസിസത്തെ വാക്കുകൊണ്ട് എതിർക്കുന്ന ഫാസിസ്റ്റുകൾ എന്തായാലും കരുതിയിരിക്കുക. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നത് പോലെ ഗവർണറെ ആക്രമിക്കാൻ ചെന്നാൽ വിവരമറിയും. ഗവർണറെ സർവകലാശാലകളിൽ കയറ്റില്ലെന്ന SFIയുടെ മുന്നറിയിപ്പിന് മറുപടി കൊടുക്കാൻ അദ്ദേഹം സർവകലാശാല ഗസ്റ്റ് ഹൗസ് തന്നെ താമസത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നു. കനത്ത സുരക്ഷ ഒരുക്കാൻ DGPക്ക് ഗവർണർ കത്ത് നൽകിയതോടെ SFI പ്രതിഷേധം തടയാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും. ചെകുത്താനും കടലിനും നടുക്കാണ് തങ്ങളെന്ന് പോലീസുകാർ പോലും അടക്കം പറയുന്നുണ്ട്.